L12-Mb200. അതായത് അഹൂജയുടെ 200 വാട്ട്സ് RMS ഉള്ള പ്രൊഫഷണൽ LF ലൗഡ് സ്പീക്കറാണ് ഈ 12 ഇഞ്ച് അഹൂജയുടെ സ്പീക്കർ. അപ്പോൾ ഇത് റിവ്യൂ വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര റൺ ചെയ്യാൻ, ഒരു മ്യൂസിക് ഇപ്പോൾ ഒരു പരിപാടിക്ക് പാട്ട് വെക്കുക, അങ്ങനത്തെ പരിപാടിക്കൊക്കെ നമുക്ക് ഈ ടൈപ്പ് ഉപയോഗിക്കാം. വീട്ടിലേ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ സ്ക്വയർ ഉണ്ടായിരുന്നു. 4 അഹൂജ 12 ഇഞ്ചുള്ള സ്ക്വയർ ഉപയോഗിച്ചാണ് ആ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു കുഴപ്പമില്ല. പക്ഷേ ബേസ് എന്നുള്ളതല്ല പവർഫുൾ ആയിട്ട് വരുന്നത്, മൊത്തം മ്യൂസിക് പവർഫുൾ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അഹൂജയുടെ ഒരു ഉപയോഗം നാച്ചുറലി വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അഹൂജയുടെ ഒരു 12 ഇഞ്ച് മിഡ് ബേസ് കൈകാര്യം ചെയ്യുന്ന ഒരു 200 വാട്ട്സ് RMS ഉള്ള സ്പീക്കറാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റലോഗ് കൂടി ആയിട്ടാണ് ഈ സ്പീക്കർ വരുന്നത്. അഹൂജയുടേതാകുമ്പോൾ ഒരു ബ്രാൻഡായി എന്ന് പറയാം. ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുവിധം പാരാമീറ്റേഴ്സൊക്കെ ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ വിലയായിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വില. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും പെട്ടെന്ന് വാങ്ങാവുന്ന തരത്തിലാണ് ഇതിൻ്റെ വില. അത്രയും ഭയങ്കരമായ വിലേൻ്റെ സാധനമല്ല, കാരണം 200 RMS ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മാന്യ വിലക്കാണ് കിട്ടുന്നത്. നല്ലൊരു കമ്പനിയാണ്, നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ സൗണ്ട്. അപ്പോൾ ഇനി സ്പീക്കർ നമുക്ക് ഇതിനകത്ത് നിന്ന് പാക്ക് നയിച്ചാൽ ഇതാണ് ഐറ്റം. അപ്പം ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ആകുമ്പോൾ ഡുവൽ കോൺ ആയിരിക്കും. ഇത് മിഡ് ബേസ് മറ്റ് ബേസുകൾക്കൊക്കെ ഈ ടൈപ്പ് കോണായിരിക്കും. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. പിന്നീട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ അഹൂജയുടെ പ്രിൻറ്റ്, അഹൂജയുടെ എംബ്ലം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നല്ല ടൈപ്പ് പ്രിൻറ്റിങ്. അതേപോലെ അതിൻ്റെ മോഡൽ നമ്പർ L12-Mb200 എന്നുള്ളത് കാണാം. അതുപോലെ പവർ 200 വാട്ട്സ് RMS എന്നാണ് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, RMS എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പീക്ക് ലെവൽ എത്രയായിരിക്കും എന്നുള്ളത് ഏകദേശം ഊഹിക്കാം. ഇപ്പോൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 305, അതായത് 12 ഇഞ്ച് കോൺ. ഇംപെഡൻസ് 8 ohms ആണ്. അപ്പോൾ നമുക്ക് പാരലൽ ചെയ്തോ സീരീസ് ചെയ്തോ നമുക്ക് വേണ്ട ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ 2 ഇഞ്ച് വോയിസ് കോയിൽ, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പീക്കറിന് മുകളിലുള്ള പാരാമീറ്റേഴ്സ്. പിന്നെ കോൺ നോക്കുകയാണെങ്കിൽ ഇതാണ് കോൺ ടൈപ്പ്, നല്ല ബെസ്റ്റ് പ്ലേ ആണ്. അപ്പോൾ ഈ ടൈപ്പ് സറൗണ്ടാണ് ഈ അഹൂജയുടെ ഈ ടൈപ്പ് സ്പീക്കേഴ്സിന് വരുന്നത്. അതേപോലെ നല്ല ടൈപ്പ് ഒരു ഫ്രെയിമും. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ പറയുന്നത് ഇതിൻ്റെ മുകളിലൊരു പ്രത്യേകത ഈ ഫ്രെയിമിന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് റോബസ്റ്റ് പ്രസ്ഡ് സ്റ്റീൽ ഫ്രെയിം എന്നാണ് ഈ ഫ്രെയിമിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 ഇഞ്ച് വോയിസ് കോയിൽ, റോബസ്റ്റ് പ്രസ്ഡ് സ്റ്റീൽ ഫ്രെയിം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാറ്റലോഗിൽ കൊടുത്തിട്ടുള്ളത്. പവർ എഫിഷ്യൻസി, ഹൈ പവർ എഫിഷ്യൻസി, ഡുവൽ യൂസ്, അതായത് ഊഫറോ മിഡ് ബേസ് ആയിട്ടോ ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കവിടെ വായിക്കാവുന്നതാണ്. ഫോർ യൂസ് ഇൻ കോമ്പാക്ട് 2-way പോർട്ടഡ് എൻക്ലോസേഴ്സ്. അത് 2-way പോർട്ടഡ് എൻക്ലോസേഴ്സിന് ഏറ്റവും ബെസ്റ്റാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 4-way അല്ലെങ്കിൽ സ്ക്വയർ, സിംഗിൾ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സെൻസിറ്റിവിറ്റി പറയുന്നത് 97 dB at 1 watt at 1 meter. അതായത് 97 dB സ്പീക്കർ നല്ലൊരു മാന്യ വിലക്കാണ് നമുക്ക് കിട്ടിയത്, അതും 200 വാട്ട്സ് RMSൽ. പിന്നെ നമുക്ക് ബോക്സ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പാരാമീറ്റേഴ്സ്, തീൽ സ്മോൾ പാരാമീറ്റേഴ്സ് മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണ്ട ബോക്സ് കൃത്യമായിട്ട് അടിക്കാം. മൗണ്ടിങ് ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്, ഓവറോൾ ഡയാമീറ്റർ, അതിൻ്റെ ഡെപ്ത്ത്, പിന്നെ വെയിറ്റ് മൊത്തം. അപ്പോൾ അഹൂജ റേഡിയോസ്, അതിൻ്റെ അഡ്രസ്സ്, അതേപോലെ തന്നെ അതിൻ്റെ അവരുടെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഇങ്ങനെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡുകൾ നമുക്ക് സാധനം തരിക. ബ്രാൻഡ് തരുമ്പോൾ അവരുടെ ഫുൾ ഡാറ്റ, ഫുൾ ഡീറ്റെയിൽസ്, നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അവരെ പറ്റി സെർച്ച് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഒരു ബ്രാൻഡ് തരും. അതുപോലെ മറ്റൊരു തരം ലോക്കൽ ബ്രാൻഡും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ കാണുന്നത്, അതിൻ്റെ അടുത്ത് കാണുന്നത് ബാക്ക് സൈഡ് കിടന്ന് L15-Mb300 എന്നുള്ള ഒരു 15 ഇഞ്ച് മിഡ് ബേസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് 300 വാട്ട്സ് RMSൽ 15 ഇഞ്ച് കിട്ടും. 8 ohmsൽ 99 dBയിൽ 45 Hz റെസൊണൻസ് ഫ്രീക്വൻസി, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കേട്ട് നമുക്ക് 15 ഇഞ്ചും കിട്ടാനുണ്ട്. അതിൻ്റെ വില ഇതുപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. അത് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഒറിജിനാലിറ്റി, സെൻസിറ്റിവിറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമുക്കിവിടെ ഈ സൈഡിൽ സറൗണ്ട് ലൈറ്റിലൂടെ നോക്കി അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒറിജിനലാണ്, നല്ല ക്വാളിറ്റിയാണ്, എൻ്റെ സറൗണ്ട് ഒറിജിനൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് മാനുവൽ ചെക്ക് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കും. അതിലേക്ക് ചിലപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് ജസ്റ്റ് പേപ്പർ കോൺ ഇതുപോലെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ ഏതേ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ ഇതുപോലെ ചെക്ക് ചെയ്തെടുക്കാം. വല്ല ഉറച്ചിലോ മറ്റോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇവിടെ പൊട്ട് കയറൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷനിൽ സംഭവിച്ചതോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അത് നോക്കി ചെക്ക് ചെയ്തെടുക്കേണ്ടത് ആ കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്കിത് പ്ലേ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ പ്ലേ ചെയ്യാൻ ഒരു അഹൂജയുടെ തന്നെ ഒരു ട്യൂട്ടർ, പീസോ ട്യൂട്ടർ കണക്ട് ചെയ്യുന്നുണ്ട്. 80 വാട്ട്സ് ട്യൂട്ടറാണ് കണക്ട് ചെയ്യുന്നത്. അത് വിത്ത് ഫിൽറ്റർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പറ്റിയ ഡീറ്റെയിൽസ് ഞാൻ വളരെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ കണക്ട് ചെയ്യാൻ നമുക്കിവിടെ പ്രസ് ടൈപ്പോ അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് കണക്ടറൊന്നുമില്ല, സാധാരണ സോൾഡർ ചെയ്യാൻ പറ്റിയ കണക്ടറാണുള്ളത്. അപ്പോൾ തൽക്കാലം ഞാൻ സോൾഡർ ചെയ്യാതെ നമ്മളിവിടെ തൽക്കാലം കണക്ട് ചെയ്തിട്ടിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈക്ക് അതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ നേരെ മുകളിൽ പിടിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഏകദേശം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കുറച്ച് മിഡ് ഉള്ള ടൈപ്പ്, അതായത് ഒരു മിഡ് ഫ്രീക്വൻസി ഉള്ള ടൈപ്പ് മ്യൂസിക് ആയിരുന്നു. ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ അഹുജയുടെ പെർഫോമൻസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞറിയേണ്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലൊക്കെ ഫേമസ് ആയ ഒരു ഐറ്റമാണ്, ഇന്ത്യയുടെ തന്നെ പ്രോഡക്റ്റ്. അപ്പോൾ അത് പലർക്കും അതിൻ്റെ ഒരു വർക്കിങ്ങിനെ പറ്റിയോ അത് നേരിട്ട് കൈകാര്യം ചെയ്തോ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ലൗഡ് സ്പീക്കർ പല തരത്തിലുണ്ട്. അപ്പോൾ അഹുജയുടെ തന്നെ പല മോഡൽ പല സീരീസിലുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഏതൊരു ഷോറൂമിൽ നിന്ന് വേണമെങ്കിലും ഇതേ സാധനം വാങ്ങി കിട്ടും. അവിടുന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരും. ജസ്റ്റ് അത് നോക്കുക, അത് അത് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ മറ്റൊന്ന് എടുക്കുക. അങ്ങനെ എടുത്ത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ വേണ്ട രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.